Let us see, let us watch, let what court comes out. We have started something. I know that everyone will go to the court. Let us wait for some good day. Good day will come. Lot of changes are there. Constitutions will be changing. There are judgments which alters the constitution also. So religion-based reservation is not possible. Backward class within that religion, it is there. Karnataka में, महाराष्ट्र में, बहुत जगह पर है. Backward communities within it. See, that is why religion-based reservation is not accepted in the constitution authored by Dr. Baba Saheb Ambedkar. Anybody who thinks of this, they are going against the wishes of the founding fathers of the constitution. ആ വിവാദം വീണ്ടും മുറുകുകയാണ്. മുസ്ലിങ്ങൾക്ക് 4% സംവരണം എന്ന പഴയ നിലപാട് പക്ഷേ ഇത്തവണ കൂടുതൽ ശക്തമായാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. കർണാടകയിൽ അതിന് സംബന്ധിച്ച ഒരു നിയമവും വന്നു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകുന്ന കരാറുകളിൽ മുസ്ലിം സമുദായത്തിന് 4% സംവരണം ഉദ്ദേശിക്കുന്ന ബിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കർണാടക നിയമസഭ പാസാക്കി. കർണാടകയിൽ മുസ്ലിങ്ങൾക്കുള്ള 4% സംവരണം BJP സർക്കാർ മുമ്പ് നിർത്തലാക്കിയതാണ്. അന്ന് അത് പ്രബലരായ വൊക്കലിഗ, ലിംഗായത്ത് സമുദായങ്ങൾക്ക് തുല്യമായി BJP വീതിച്ചു നൽകാനും തീരുമാനിച്ചു. അന്ന് ആ തർക്കം വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. ആ തർക്കം ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. ആ പഴയ ചോദ്യങ്ങൾ ഒന്നുകൂടി ഉയരുകയാണ്. മത അടിസ്ഥാനത്തിൽ വേണോ സംവരണം? മത അടിസ്ഥാനത്തിൽ സംവരണം എന്ന നിലപാട് ലക്ഷ്യം വയ്ക്കുന്നതെന്ത്? അത് ലക്ഷ്യം വയ്ക്കുന്നത് വോട്ട് ബാങ്കാണോ? അതോ സാമ്പത്തികവും സാമൂഹികവുമായി പിന്നാക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ക്ഷേമമാണോ? ന്യൂസ് 18 ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ. കോൺഗ്രസ് വക്താവ് ശ്രീ റോണി കെ ബേബി, ഒപ്പം BJP വക്താവ് K സോമൻ, നിരീക്ഷകൻ രാഹുൽ ഈശ്വർ. ആദ്യം ശ്രീ റോണി കെ ബേബിയിലേക്ക്. ശ്രീ റോണി കെ ബേബി, ഭരണഘടനയുടെ പിന്തുണയില്ലാത്ത ഒരു നീക്കമാണിത് എന്നെല്ലാ ഘട്ടത്തിലും BJP ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഈ 4% സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ മത അടിസ്ഥാനത്തിലുള്ള സംവരണം. വീണ്ടും കോൺഗ്രസ് ഈ ആശയം ശക്തമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയുടെ പിൻബലമില്ലാത്ത ഒരു സംവരണമാണ് കോൺഗ്രസ് കർണാടകയിൽ നടപ്പാക്കിയത് എന്ന് BJP ഇപ്പോൾ ആരോപിക്കുമ്പോൾ, ഒന്നെങ്കിൽ BJPക്ക് ഭരണഘടന എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ, അല്ലെ 1993 ഇന്ദിരാ സാഹ്നി കേസോ, അതാണല്ലോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് OBC സംവരണം നടപ്പാക്കിയതിൽ വളരെ വിശദമായി സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് കേസ് കേട്ട് തീർപ്പ് കൽപ്പിച്ച ഇന്ദിരാ സാഹ്നി കേസിൽ വളരെ കൃത്യമായി തന്നെ ഭരണഘടനയുടെ 16(4) സാധുത പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ 16(4) കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സർക്കാരുകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി സംവരണം ആവാമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ വളരെ വിശദമായിട്ടുള്ള ആ കേസില്, ആ ഇന്ദിരാ സാഹ്നി കേസില് ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയർന്നതാണ്. മുസ്ലിം സമുദായത്തെ ഒരു മതമായിട്ടാണോ അതോ ഒരു ജാതിയായിട്ടാണോ പരിഗണിക്കുന്നത്? കഴിഞ്ഞ ഒരു 100-150 വർഷത്തെ ഇന്ത്യയിലെ മുഴുവൻ റെക്കോർഡുകളും പരിശോധിച്ചാൽ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കൊളോണിയൽ കാലഘട്ടം മുതൽ 1871 മുതലുള്ള 1931 വരെയുള്ള എല്ലാ സെൻസസ് റിപ്പോർട്ടുകളും പരിശോധിച്ചാലും, അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം വന്ന 5 കമ്മീഷനുകൾ, അതിൽ ഒന്ന് എന്ന് പറയുന്നത് കാക്ക കലേക്കർ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, രജീന്ദർ സച്ചാർ കമ്മീഷൻ, രംഗനാഥ് മിശ്ര കമ്മീഷൻ, ഗോപാൽ സിംഗ് കമ്മീഷൻ, ഈ 5 കമ്മീഷൻ റിപ്പോർട്ടിലും വളരെ കൃത്യമായി തന്നെ മുസ്ലിം വിഭാഗത്തെ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഗണിച്ചിരിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന 200 ജാതികളാണ്. മുസ്ലിം സമുദായത്തിനകത്ത് 200 ജാതികൾ. അതുകൊണ്ടാണ് അത് OBCക്കകത്ത് വരുന്നത്. ഇത് സുപ്രീം കോടതി വളരെ വിശദമായി കേസ് കേട്ട് വളരെ വിശദമായി തീർപ്പ് കൽപ്പിച്ച ഒരു കാര്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി വരുന്ന ഒരു കാര്യം. ഇവൻ ഗുജറാത്ത് തന്നെ മോദിയുടെ, കാരണം BJPയുടെ ഒരു പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന ഗുജറാത്ത് ആണല്ലോ. അവിടെ 2022 ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളോ പരിശോധിക്കാം. അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറഞ്ഞത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഗുജറാത്തിൽ 72 മുസ്ലിം വിഭാഗങ്ങൾക്ക്, അതായത് മുസ്ലിം മതത്തിനകത്തുള്ള 72 അവാന്തര വിഭാഗങ്ങൾക്ക് MBC മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പദവിയും അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പദവിയും നൽകി അവർക്ക് റിസർവേഷൻ നൽകിയിട്ടുണ്ട്.
ഈ ആന്ധ്രാപ്രദേശിലെ ഈ തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സഖ്യമായി മത്സരിച്ച BJP അതുപോലെ തന്നെ ഈ TDP സഖ്യം അവർ നൽകിയ വാഗ്ദാനമായിരുന്നു 4% സംവരണം. അവർ ഞാൻ കൃത്യമായ ഡേറ്റ് പറയാം. മെയ് മാസം 2-ാം തീയതി 2025 മെയ് മാസം 2-ാം തീയതി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് 4% മുസ്ലിം സംവരണം. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും, അത് യോഗിയുടെ ഉത്തർപ്രദേശാണ്. ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പക്ഷേ അതൊക്കെ നമുക്ക് ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അതൊക്കെ ന്യായീകരിക്കാം. പിന്നോക്കാവസ്ഥയുള്ള ആളുകളുടെ ഒരു ഉന്നമനം വേണം. പക്ഷേ ഈ കരാറുകളിൽ സംവരണം നൽകുക എന്ന് പറയുമ്പോൾ അത് അത്ര കണ്ട് അങ്ങോട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? 2 കോടി വരെയുള്ള കരാറുകൾ നൽകുമ്പോൾ, സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തികൾക്കുള്ള കരാറുകൾ നൽകുമ്പോൾ അതിൽ ആളുകൾക്ക് ഒരു സംവരണം നൽകുക എന്നത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു സ്റ്റേറ്റിലുള്ള വിഷയം അല്ലെന്നേ. സംവരണം എന്ന് പറഞ്ഞാൽ പല തലങ്ങളിലുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ബസവരാജ് ബൊമ്മെ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് 2023 അവർ 4% സംവരണം എടുത്ത്, മുസ്ലിങ്ങളുടെ ഉണ്ടായിരുന്ന 4% സംവരണം എടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? ഒന്ന് ഈ പറയുന്ന ലിംഗായത്തുകൾക്കും ഒക്കെ ലിംഗങ്ങൾക്കും കൊടുത്തു. കേസ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ പരാമർശം എന്താ പറയുക? ഞാൻ കൃത്യമായി തന്നെ പറയാം. പ്രൈമാ ഫേസിയ ഷെയ്ക്കി ആൻഡ് ഫ്ലോഡ് എന്നാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഇത് ഭരണഘടനയുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല. ഈ പറയുന്ന 4% സംവരണം അവർക്ക് ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞത് വളരെ കൃത്യമായി സുപ്രീം കോടതി നിൽക്കുക. ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതി നിൽക്കുകയാണ്. ഈ ബസവരാജ ബൊമ്മെ കമ്മിറ്റി 4% സംവരണം എടുത്തു കളഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്താ? മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രശ്നം. ഇവിടെ ഭരണഘടനയാണെങ്കിലും സുപ്രീം കോടതി വിധികളാണെങ്കിലും, ഞാൻ പറഞ്ഞില്ല, ഗുജറാത്ത് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമാണ്. താങ്കൾ, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ രാഹുൽ ഈശ്വറിന്റെ കൂടി ഒരു കമന്റ് എടുത്തിട്ട്, ഞാൻ BJP വക്താവ് കൂടി ഉണ്ട് നമുക്ക്, അപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകാം. ശ്രീ രാഹുൽ ഈശ്വർ, മതാടിസ്ഥാനത്തിൽ സംവരണം വന്നാൽ അത് യഥാർത്ഥ സംവരണം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നാണോ കരുതേണ്ടത്? അതോ ഈ സച്ചാർ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകൾ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയും അവർക്ക് അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം പല കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ജോലികളിൽ ഒക്കെ കിട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായി ഇതിനെ പരിഗണിക്കാമോ? അതോ ഇത് നമ്മുടെ നിലവിലെ സംവരണ വ്യവസ്ഥകളെ കൂടുതൽ അത് കോംപ്ലിക്കേറ്റ് ചെയ്യും എന്നാണോ കരുതേണ്ടത്? 2 കാര്യങ്ങൾ. ഒന്ന്, സംവരണം എന്നും ഇന്ത്യയിൽ ഒരു സാമുദായിക ഐക്യതന്ത്രമാണ്, സ്ട്രാറ്റജിയാണ്. സംവരണം ഇന്ത്യയിൽ വരുന്നത് പൂന പാക്ടിന്റെ ഭാഗമായിട്ടാണ്. അതായത് പൂന പാക്ടിൽ റാംസെ മക്ഡൊണാൾഡ് ദളിത് വിഭാഗങ്ങൾ വേറെയായി വോട്ട് ചെയ്യണം എന്ന് പറയുകയും, അപ്പോൾ മഹാത്മാഗാന്ധി ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല, ഹിന്ദു ഐക്യത്തിന് വേണ്ടി എന്റെ ശവശരീരത്തിന് മേളിലൂടെ മാത്രമേ കമ്മ്യൂണൽ അവാർഡ് നടപ്പാക്കാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞ് ബ്രാഹ്മണരെയും ദളിതരെയും ഒരുമിപ്പിക്കാൻ പൂനെയിലെ ഏർവാദ ജയിലിൽ മഹാത്മാഗാന്ധിയാണ് റിസർവേഷൻ എന്ന ആശയം ഇന്ന് കാണുന്ന രീതിയിൽ ആദ്യമായി മുമ്പോട്ട് വെക്കുന്നത്. അതിനുശേഷം കലാകാലങ്ങളിൽ സമുദായങ്ങളെ ഒന്നിപ്പിക്കാൻ, OBCകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ ഒക്കെ റിസർവേഷൻ ഉപയോഗിച്ചു വന്നിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്നത് കർണാടക ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന, കർണാടകത്തിൽ ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന ഈ ബില്ല്, അതായത് കർണാടക ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് 2 കോടി രൂപ വരെയുള്ള കോൺട്രാക്ട് കൊടുക്കുന്നതിൽ 2B എന്ന് പറയുന്ന അവരുടെ റിസർവേഷൻ മെട്രിക്സിൽ പിന്നോക്ക മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതായിട്ടാണ് ശ്രീ DK ശിവകുമാർ പറഞ്ഞത്. അതിൽ വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ, മതാടിസ്ഥാനത്തിൽ സംവരണം എന്ന് പറയുമ്പോൾ ഇന്ത്യയെ പോലെ സാമുദായികമായി ടെമ്പറേച്ചർ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും തർക്കങ്ങളും വിമർശനങ്ങളും വരും. പിന്നോക്ക മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നല്ല അദ്ദേഹം അന്ന് പ്രസ്താവനയായിട്ട് വന്നത്. ഇന്ന് അദ്ദേഹം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയെ മാറ്റും തുടങ്ങിയ രീതികൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഭരണഘടനയെ മാറ്റുന്നു എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ പ്രശ്നമാകും. അത് നേരത്തെ ഇടതുപക്ഷക്കാർ പറഞ്ഞാലും വലതുപക്ഷക്കാർ പറഞ്ഞാലും ഒക്കെ പ്രശ്നമാകും. കാര്യം ഭരണഘടന എല്ലാവർക്കും ഒരു സേഫ് ഗാർഡാണ്. ശ്രീ DK ശിവകുമാറിനെ പോലെ മുതിർന്ന ഒരു കോൺഗ്രസിന്റെ വളരെ ആദരണീയനായ റെസ്പെക്ടബിൾ ആയ ഒരു അംഗം ഭരണഘടന മാറ്റും തുടങ്ങിയ കാര്യങ്ങൾ ന്യൂസ് 18 തന്നെ ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നു വന്ന് പറയുകയും മറ്റും ചെയ്തപ്പോൾ അത് വലിയ വിവാദങ്ങളിലേക്കും മറ്റും വഴിതെളിച്ചു. അപ്പൊ അതിന്റെ ക്ലാരിറ്റി കൊണ്ടുവരേണ്ടത് കോൺഗ്രസ് തന്നെയാണ്, ശ്രീ DK ശിവകുമാർ തന്നെയാണ്. അംബേദ്കർ എഴുതിയ, ഇന്ന് ശ്രീ JP നഡ്ഡ അടക്കം സൂചിപ്പിച്ചത്, അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അതിൽ മതാടിസ്ഥാനത്തിലുള്ള സംവരണം ആദ്യകാലത്ത് ഇല്ലായിരുന്നു എന്നുള്ളതും സത്യമാണ്. പിന്നീട് നമ്മൾ കാലാന്തരത്തിൽ മതവും അല്ലെങ്കിൽ സമുദായം ഇതിന്റെ പിന്നോക്കാവസ്ഥയുടെ ഒരു യാഡ് സ്റ്റിക്ക് ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് റിലീജിയസ് റിസർവേഷൻ സുപ്രീം കോടതി അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം ബാക്കി നിൽക്കുന്നു. സുപ്രീം കോടതി അടക്കം അതിനെ അംഗീകരിക്കുമോ? ഇനി ഒരു വരി കൂടെ പറഞ്ഞാൽ, അതിനെ ഒരു എക്കണോമിക് ക്രൈറ്റീരിയയും സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സുമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ 2B എന്ന് പറയുന്നത്, അതിൽ 17.17 രൂപ 60 പൈസയാണ് ഓരോ 100 രൂപയിലും ഈ പ്രൊക്യൂർമെന്റ് വേണ്ടി മാറ്റിയൊക്കെ വെക്കുന്നത്. അപ്പൊ അതിൽ SC ഉണ്ട്, ST ഉണ്ട്. അതേപോലെ മുസ്ലിങ്ങളെ 2A 2B അതായത് 2B മെട്രിക്സിൽ കൊണ്ടുവരാൻ കഴിയുമോ?
നിയമപരമായി തന്നെ വലിയൊരു ചലഞ്ചാണ്. പക്ഷേ മതാടിസ്ഥാനത്തിൽ റിസർവേഷൻ എന്നുള്ളത് പെട്ടെന്ന് ഇന്ത്യയിൽ ദഹിക്കാത്തൊരാശയമാണ്. അത്തരം കാര്യങ്ങളെ അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിൽ നിന്നെങ്കിലും ശ്രീ DK ശിവകുമാർ പിൻവലിയണമെന്നായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. യെസ്, ശ്രീ K. സോമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർമെൻറ്റ് കോൺട്രാക്റ്റ് നെ സംബന്ധിച്ചാണ് കർണാടകയിൽ ഇപ്പോൾ ഒരു പുതിയ ബിൽ വന്നിരിക്കുന്നത്. നേരത്തെ അവിടെ ഈ 4% സംവരണം എന്ന ആശയം കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നതാണ്. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് അത് സ്വാഭാവികമായും അതിന് ഭരണഘടന പിന്തുണ കിട്ടിയില്ലെങ്കിൽ കൂടി അതിന് മുകളിലേക്ക് കോടതി വിധികൾ വരാം. അങ്ങനെ ഭരണഘടനയ്ക്ക് തന്നെ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ കോടതി വിധികൾ വന്നിട്ടുണ്ട് എന്ന് DK ശിവകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഭാവിയിൽ വേണമെങ്കിൽ ഭരണഘടന മാറാം എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ നിന്ന് BJP എന്താണ് കാണുന്നത്? ഇത് ഒരു രാഷ്ട്രീയ ആയുധമായി എടുക്കാൻ കഴിയും എന്നതാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇത് ഒരു സാമൂഹ്യ അനീതിയാണ് എന്ന് കണ്ട് ശക്തമായി പോരാട്ടം നടത്തുകയാണ്? ശ്രീ സോമൻ. എനിക്കിതിനകത്തിൽ 3 കാര്യങ്ങൾ പറയാൻ ആണുള്ളത്. ഒന്ന്, ഇത് ഭരണഘടനയോടുള്ള ഒരു അവഹേളനമാണ്. ഭരണഘടനാ ശില്പികൾ സംവരണത്തെക്കുറിച്ച് വിഭാവനം ചെയ്തിട്ടുള്ളത് സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി എന്ന നിലയിലാണ് ഭരണഘടനയിൽ സംവരണം പാലിക്കണം, സംവരണ തത്വം എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. നമ്മുടെ രാജ്യം അത് പിന്തുടരുന്നതാണ്. അത് കാലാകാലങ്ങളിൽ അതിന്റെ കാലാവധി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ആ ഭരണഘടനയെ കാത്തുസൂക്ഷിക്കുന്നത് ഞങ്ങളാണ് അതിന്റെ കാവൽക്കാർ. ഞങ്ങളത് കാത്തുസൂക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒരു കയ്യിൽ ഭരണഘടനയും മറുകൈയിൽ ത്രിവർണ പതാകയുമായി നടക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയാധികാരം കിട്ടിയ സമയത്ത് അവിടെ ഞങ്ങൾ ഭരണഘടനയ്ക്കും അപ്പുറത്തേക്ക് ചില തീരുമാനങ്ങൾ എടുക്കും. ഭരണഘടനയെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം പറയുന്നത് നമ്മുടെ നാട്ടിൽ കർണാടകത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സമരസതയുണ്ട്, ഒരു സാമൂഹ്യ സമാധാനമുണ്ട്. അത് തകർത്തുകൊണ്ട് രാഷ്ട്രീയാധികാരത്തിൽ തുടരുന്നതിനും തങ്ങളുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് ഭരണഘടനയെ അപമാനിക്കുന്നതാണ്, ഭരണഘടനാ ശില്പികളുടെ സങ്കല്പത്തെ പരിഹസിക്കുന്നതാണ്. ഞങ്ങളാണ് ഭരണഘടനയുടെ കാവൽക്കാർ എന്ന് പറയുന്നത് അവരവരുടെ കാപട്യം വിളിച്ചു പറയുകയാണ്. ഇവിടെ രണ്ടാമത്തെ കാര്യം, 4% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് കൊടുക്കുന്നത്? 2 കോടിയിൽ താഴെയുള്ള കരാറുകൾക്ക് 4% സംവരണം കൊടുക്കുമെന്ന് പറയുകയാണ്. ഇസ്ലാമിക വിഭാഗത്തിലെ സാമൂഹ്യമായ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിന്റെ നേതാവ് DK ശിവകുമാറിന്റെ മനസ്സിലുള്ളതെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണ മുസ്ലിമിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരന് കർണാടകത്തിൽ 2 കോടി രൂപയിൽ താഴെയുള്ള ഒരു കരാർ എടുത്ത് അത് പൂർത്തീകരിക്കാനും അതിൽ നിന്ന് ലാഭം കൈവരിച്ചുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ടും സാധിക്കുക എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇതിപ്പോഴ് ഉണ്ടായിട്ടുള്ള ഒരു ചിന്തയല്ല. ഇത് പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാനനായ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള പ്രസംഗം നമ്മുടെ എല്ലാവരുടെയും ചിന്തയിൽ ഈ സന്ദർഭത്തിൽ വരേണ്ടതാണ്. രാജ്യത്തെ വിഭവങ്ങളുടെ ഭൂരിപക്ഷം, അതിന്റെ അവകാശികൾ രാജ്യത്തെ ന്യൂനപക്ഷമാണ് എന്ന വളരെ വിവാദമായിട്ടുള്ള, ഒത്തിരി ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസംഗവും പരാമർശവും ഉണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് അദ്ദേഹം പിന്നീട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലേ, അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നോക്കമായി സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. അത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന ശ്രീ AK ആന്റണിയുടെ പരാമർശം നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ലോ. ഇവിടെ അല്ല, ഞാൻ ചോദിക്കുന്നത് അതിൽ ഈ മൻമോഹൻ സിംഗിന്റെ പരാമർശത്തിൽ അത്ര അപകടകരമായി എന്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ പരാമർശം ഒന്ന് കേൾക്കാം. മൻമോഹൻ സിംഗിന്റെ ഒരു ബൈറ്റ് ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇത് അങ്ങ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. ആ ബൈറ്റ് ഒന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ അത് കുറെ കൂടി ആ തർക്കത്തിനൊരു ഒരു രൂപം കിട്ടും. മൻമോഹൻ സിംഗ് particularly the Muslim minorities
If they are poor, they have prior claims on the resources of the country. I use the word all for all minorities, and I added for mayor, particularly Muslim minorities. If they are poor, they have a prior right on the resources of the country. I stand by that. ശ്രീ കെ സോമൻ, അതിലെന്താണ് തെറ്റ്? പാവപ്പെട്ട ആളുകൾ മൈനോറിറ്റിയിലാണെങ്കിൽ അവർക്ക് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ആദ്യം കിട്ടണം. അത് മൈനോറിറ്റി ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കിട്ടണം, അല്ലേ? അല്ല, കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണല്ലോ ബഹുമാനനായ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ഈ രാജ്യം എങ്ങനെ സ്വീകരിച്ചു എന്നും ആ പ്രതികരണത്തോടെ രാജ്യം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും ഒക്കെ നമ്മുടെ നാട് കണ്ടു കഴിഞ്ഞ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിഷയം ഇപ്പോൾ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാണോ? അതിന് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 4% സംവരണം 2 കോടിയിൽ താഴെയുള്ള കരാറുകൾ കൊടുത്താൽ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർണാടകത്തിലെ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് എങ്ങനെയാണ് ഈ കരാർ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുക? ഈ സംവരണത്തിന്റെ മറവിൽ ഇസ്ലാമിക വിഭാഗത്തിലെ സമ്പന്നന്മാർക്ക് ചില സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ അധികാരം നിലനിർത്താനും കൂടുതൽ വോട്ടുകൾ നേടുന്നതിനു വേണ്ടി രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനത്തെ പരിഹസിക്കുന്നു, അതിന്റെ അന്തസത്തെ അട്ടിമറിക്കുന്നു, ഭരണഘടനാ സങ്കല്പത്തെ വെല്ലുവിളിക്കുന്നു. ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. എനിക്ക് ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് ഞാൻ മറ്റ് 2 അതിഥികളിലേക്കും കൂടി വരാം. ഷോർട്ട് ബ്രേക്ക്, ചെറിയ ഇടവേള. വീണ്ടും സ്വാഗതം. ശ്രീ റോണി കെ ബേബി, അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന വലിയ ആരോപണമാണ് നിങ്ങൾക്കെതിരെ. ഭരണഘടന അട്ടിമറിക്കുന്നു, വോട്ട് ബാങ്ക് ലക്ഷ്യം വയ്ക്കാൻ നടത്തുന്നു. നേരത്തെ ഈ 2024 പ്രചരണ രംഗത്ത് നമ്മൾ കേട്ട മറ്റൊരു വലിയ ആരോപണം കൂടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കെട്ടുതാലി വരെ എടുത്ത് അവർ കൊണ്ടുപോയേക്കും എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ആ പ്രചരണ വേദികളിൽ നിന്നൊക്കെ വന്നതാണ്. കോൺഗ്രസിനെ ഇത് പ്രതിരോധത്തിലാക്കില്ലേ വലിയ തോതിലെങ്കിലും? ഏതൊക്കെയാലും BJPയുടെ നേതാക്കൾ ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൻ്റെയൊക്കെ ആവേശത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങ് അത്ഭുതം തോന്നുക. കാരണം ഇപ്പോൾ അവരാണ് വലിയ ഭരണഘടനയുടെ വലിയ വക്താക്കളായി മാറുന്നത്. എന്നിട്ട് കോൺഗ്രസ് ഇവിടെ അന്യായമായി എന്തൊക്കെ ചെയ്തു എന്നാ പറഞ്ഞു തീർക്കുന്നത്. ഞാനിവിടെ ആദ്യം തന്നെ എന്റെ നരേറ്റീവിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇവിടെ ഈ പുതുതായിട്ട് വന്ന സംഭവമല്ല, അത് ഈ ഭരണഘടനയിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ഓരോ സ്റ്റേറ്റ് തിരിച്ചു പറയാം. കേരളത്തിൽ 30% OBC സംവരണം, അതിന്റെ അകത്ത് 8% മുസ്ലിം സംവരണം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ 3.5%, ആന്ധ്രയിൽ ഓൾറെഡി BC ഈ കാറ്റഗറിയിൽ 7 to 10% ഉണ്ടായിരുന്നു, അതിനോട് അഡീഷണൽ ആയിട്ട് 4% വന്നു. കർണാടകയിൽ 32% OBC സംവരണത്തിൽ വെറും 4% മുസ്ലിം സംവരണമായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് മുസ്ലിം സംവരണമല്ല, നമ്മൾ ആ പേര് കേൾക്കുന്നതിനകത്താണ് പ്രശ്നം. ഇതിന്റെ അകത്ത് എന്നത് മുസ്ലിം വിഭാഗത്തിനകത്ത് തന്നെയുള്ള നിരവധിയായിട്ടുള്ള ജാതി വിഭാഗങ്ങൾ, കൃത്യമായി ആ ജാതികളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാനിത് ഗുജറാത്ത് സർക്കാരിന്റെ ലിസ്റ്റ് ഞാൻ വായിക്കാം, എൻ്റെ ഉണ്ട്. ഞാൻ ഉദാഹരണത്തിന് ഒരു 2-3 ജാതികൾ. ഇത് ഗുജറാത്ത്: 1 ബഫാൻ മുസ്ലിം, ദഫാർ മുസ്ലിം, ഫക്കീർ മുസ്ലിം, ഗദായി മുസ്ലിം, ഗലിഹാര മുസ്ലിം, ഗാഞ്ചി മുസ്ലിം, ഹിങ്കോര മുസ്ലിം, ജാട്ട് മുസ്ലിം എന്ന് പറഞ്ഞ് പല കാറ്റഗറി ആയിട്ട് ഗുജറാത്ത് തന്നെ, അതിനകത്ത് മോദി തന്നെ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ 70 ജാതി വിഭാഗങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കിടയിലെ 70 ജാതികൾക്ക് ഞങ്ങൾ സംവരണം കൊടുത്തിട്ടുണ്ട്, OBC സംവരണം കൊടുത്തിട്ടുണ്ടെന്ന് ഏറ്റവും അഭിമാനത്തോടെ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇവിടെ BJP ഇപ്പോൾ ഈ പറയുന്ന ഈ മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയണമെന്ന് പറയുമ്പോൾ ഇവര് അവിടെ ഞങ്ങൾ പറയുന്നത് ആരാണ് ഭരണഘടന അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? BJP ആണ്, കോൺഗ്രസ് ആണോ? ഇവിടെ ബഹുമാനോട് BJPയുടെ നേതാവ് പറഞ്ഞു സമരസപ്പെടണം, എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളും സമരസപ്പെടണം. അങ്ങനെയെങ്കിൽ അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുസ്ലിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 4% സംവരണമാണ്. ആ 4% സംവരണം എടുത്ത് നിങ്ങൾ ഈ പറയുന്ന ലിംഗായത്തുകൾക്കും ഈ പറയുന്ന ഒക്കലിംഗ കൊടുത്തിനകത്ത് എന്ത് സാമൂഹ്യമായിട്ടുള്ള സമരസപ്പെടലാണ് അതിനകത്തുള്ളത്? ഇത് വളരെ കൃത്യമായി തന്നെ, ഇതൊരു പുതിയ സംഭവം അല്ല. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും OBC, കാരണം അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ഇവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള ഏറ്റവും സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ കേസുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ദിരാ സാഹ്നി കേസാണ്. 1990 VP സിംഗ് സർക്കാർ ഈ OBC സംവരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിനു ശേഷം വന്ന കേസാണ് ഇന്ദിരാ സാഹ്നി കേസ്. ആ ഇന്ദിരാ സാഹ്നി കേസിൽ വളരെ കൃത്യമായി വാദം കേട്ട് ഈ പറയുന്ന മുസ്ലിം സംവരണം, അത് മുസ്ലിം അല്ല, അവിടെ ആ വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞത് സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി ആയിരിക്കണം, 2 സാമൂഹിക സാമ്പത്തികമുള്ള പിന്നോക്കാവസ്ഥ ആയിരിക്കണം, 3 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ക്രീമി ലെയർ ഫിക്സ് ചെയ്യണം. അങ്ങനെ ഇവിടെ പറയുന്നു
അവിടെ ഈ പറയുന്ന വലിയ സമ്പന്നരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കർണാടക സർക്കാർ ചെയ്യുന്നു. അല്ല, അവിടെ ക്രീമി ലെയറൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നതാണ്. സുപ്രീം കോടതി കൃത്യമായി മോണിറ്റർ ചെയ്ത് സുപ്രീം കോടതി വിധികളിലൂടെ വെണ്ണപ്പാളി എന്ന് പറയുന്ന ക്രീമി ലെയർ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ബാക്ക്വേർഡ് ആൻഡ് മോസ്റ്റ് ബാക്ക്വേർഡ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജാതി അതിനെ മുസ്ലിം എന്ന പേരിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ കൃത്യമായി തന്നെ ബാക്ക്വേർഡ് എന്നും മോസ്റ്റ് ബാക്ക്വേർഡ് എന്നും തരംതിരിച്ചുകൊണ്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഭരണഘടന സാധ്യതയുണ്ട്. ഭരണഘടനയുടെ 16(4) അനുച്ഛേദനം എന്ന് പിന്തുണ നൽകിയിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാത്ത ഒറ്റ കാര്യമുള്ളൂ, ഈ സംവരണം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ നിലപാട് എടുത്തത് ആരാ ഉള്ളത്? RSS ആണ് കൃത്യമായി. അരുൺ ഷൂരി, നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ RSSന്റെ സൈദ്ധാന്തികളാണ് അരുൺ ഷൂരി. അദ്ദേഹം എഴുതിയ എത്രയോ പുസ്തകങ്ങൾ ഞാൻ പറയാം. ഈ സംവരണം എടുത്തു കളയണം. അദ്ദേഹം ഞാൻ വായിച്ചിട്ടുണ്ട് എന്നൊരു പുസ്തകം. അതിൽ ആദ്യം തൊട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോട് കാണിച്ച ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം ഈ റിസർവേഷൻ, അത് SC റിസർവേഷൻ ആയിക്കോട്ടെ, ST റിസർവേഷൻ ആയിക്കോട്ടെ, OBC റിസർവേഷൻ ആയിക്കോട്ടെ, ഈ 3 തരത്തിലുള്ള സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ് ഭരണഘടനയോട് കാണിച്ച ഏറ്റവും വലിയ അനീതി. ഇത് എടുത്തു കളയണം. അരുൺ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന അരുൺ ഷൂരിയ. പക്ഷെ അരുൺ ഷൂരിയ ഇന്നവരെ RSS തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? RSSന്റെ നിലപാട് ഇന്നും RSS അതിനകത്ത് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ സംവരണം അവിടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമോ അതോ ഭരണഘടനയിൽ എടുത്തു കളയണമോ എന്നതിനെ കുറിച്ച് RSS നിലപാട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ വേണം, ഒരു രാഷ്ട്രീയ ആയുധം വേണം. എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ് ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അബി ബാർ ചാർ സൗ പാർ എന്തായാലും കഴിഞ്ഞ തവണ നിങ്ങളുടെ മുദ്രാവാക്യം 400 സീറ്റിന് മുകളിൽ എന്താ വളരെ നിഷ്കളങ്കമായിരുന്നോ? 400 സീറ്റിന് മുകളിൽ എന്തായിരുന്നു? ഭരണഘടന അമെൻഡ് ചെയ്യണമെങ്കിൽ, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ, എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ അമെൻഡ് ചെയ്യണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം, സ്പെഷ്യൽ മജോറിറ്റി വേണം. ആ സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത് more than 350. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അതാണ് വലിയൊരു ആരോപണം വരുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ കാര്യമില്ല. സാമുദായികമായ ഒരു സ്പർദ്ധയുണ്ടാക്കുക എന്ന കാര്യത്തിനപ്പുറത്തേക്ക് ഈ തർക്കത്തിൽ വലിയ വിഷയമൊന്നുമില്ല. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഒരു പൊതുധാരയുടെ ഭാഗമാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഒരു സർക്കാരിനുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായി ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ വിഭാഗങ്ങളെ പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിങ്ങൾ എന്ന തരത്തിൽ ആളുകളെ പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. വെറും ഒരു രാഷ്ട്രീയ ആയുധം സൃഷ്ടിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു വലിയ ലക്ഷ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് കോൺഗ്രസിന് അങ്ങനെ പറയാനൊക്കെ സാധിക്കുന്നു. ഇപ്പോഴാണല്ലോ പറയുന്നത് ഇത് മതാടിസ്ഥാനത്തിലുള്ള സംവരണമല്ല, ഇത് മുസ്ലിം സംവരണമല്ല, ഇത് OBC സംവരണമാണ് തുടങ്ങിയ വിശദീകരണങ്ങൾ ഇപ്പോഴിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസമാണല്ലോ കർണാടക മന്ത്രിസഭ തീരുമാനമെടുത്ത് ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തതയില്ലാതെ പുറത്തു വന്നത്. ഇവിടെ RSSന്റെ സംവരണ നിലപാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം RSSന്റെ അഖില ഭാരതീയ കാര്യകാരി കൂടിയതിന്റെ തീരുമാനം ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ദിവസമാണ് ബഹുമാനനായ റോണി സാറെ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. RSS മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് അസന്നിഗ്ധമായി ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് സവിശേഷമായ പ്രാധാന്യത്തോടെ വാർത്തയായി വന്ന ദിവസമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴും അങ്ങ് ചോദിക്കുകയാണ് RSSന്റെ നിലപാട് എന്താണ്, അരുൺ ഷൂരിയെ തിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ RSS അംഗീകരിക്കുന്നില്ല. സാമൂഹ്യ സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും മുന്നോട്ട് വരുന്നതിന് വേണ്ടി, പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവരണ തത്വം നമ്മുടെ ഭരണഘടനയിൽ നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന നിലപാട് അസന്നിഗ്ധമായി RSS പറഞ്ഞിട്ടുള്ളത് അങ്ങ് മനസ്സിലാക്കി കാണും. പക്ഷെ അങ്ങ് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയായുധമൊന്നും അല്ലെന്നേ. രാഷ്ട്രീയായുധം ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയിൽ 400-ലധികം സീറ്റുകൾ BJP നേടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ഭരണഘടന അമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് വാദിക്കുന്ന കോൺഗ്രസിന്റെ നേതാവിനോടുള്ള എന്റെ ചോദ്യം, ഇന്ന് DK ശിവകുമാർ പറഞ്ഞത് എന്താണ്? ഭരണഘടന കാലത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഞങ്ങൾക്ക് മാറ്റി എഴുതേണ്ടി വന്നാൽ ഈ സംവരണം നിയമപരമായി നടപ്പാക്കുന്നതിന് ഞങ്ങൾ അത് ചെയ്യുമെന്ന് പറയുന്നത് എന്ത് കണ്ടുകൊണ്ടാണ്? 100-ൽ താഴെ MP-മാരുള്ള ഒരു സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസിന് ഈ ഭരണഘടനയെ മാറ്റി എഴുതാൻ വേണ്ടി അടുത്ത കാലത്തെങ്ങാനും ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളെ ലഭിക്കുമെന്ന് കരുതാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് ഒറ്റയ്ക്കോ മുന്നണി എന്ന നിലയിലോ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാത്ത ഒരു പശ്ചാത്തലത്തിലല്ലേ ബഹുമാനായ ശ്രീ DK ശിവകുമാർ എന്ന് പറയുന്ന കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി ഇത്തരം ഒരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുള്ളത്?
അതാണല്ലോ BJP ചർച്ചയ്ക്ക് വെക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇസ്ലാമിക സഹോദരന്മാരുടെ സാമ്പത്തിക, വിദ്യാഭ്യാസ, ജീവിത സാഹചര്യം ഇന്ന് എന്താണ്? അത്രയ്ക്കൊരു പിന്നോക്കാവസ്ഥയിൽ ഉണ്ടോ ആ സമൂഹം ഇന്ന്? ഈ രാജ്യത്തെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനസംഖ്യയുടെ 10-20% അടുത്തു വരുന്ന ഒരു സമൂഹം, അവർ ന്യൂനപക്ഷമാണ് എന്ന് ഇന്നും നമ്മൾ അംഗീകരിക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും വ്യവസായ സാഹചര്യവും ഒക്കെ വളരെ സമ്പന്നമാണ് എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും മതാടിസ്ഥാനത്തിലുള്ള സംവരണം വേണമെന്ന് കോൺഗ്രസ് വാദിക്കുന്നത് ഭരണഘടനയെ പരിഹസിക്കലാണ്, ഭരണഘടനാ ശില്പികളെ അപമാനിക്കലാണ്, രാജ്യത്ത് കലാപവും അന്തഛിദ്രവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ പരിശ്രമമാണ് എന്ന് തന്നെയാണ് BJPയുടെ ആരോപണം. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു സംവിധാനം അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ആ നിലയ്ക്കാണ് നമ്മുടെ ഭരണ സംവിധാനവും താഴെത്തട്ടിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് ഇങ്ങനെ ഒരു സംവരണം എന്ന, അല്ലെങ്കിൽ അവരെ കൂടി അംഗീകരിക്കാൻ ഈ രാജ്യം തയ്യാറാകുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഇത്തരം ഒരു സംവരണം എന്നൊരു പ്രക്രിയയിലേക്ക് നാം നീങ്ങിയത്. കാലാനുസൃതമായ അതിൽ പല മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സാമ്പത്തിക സംവരണം വരുന്നു, ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ കൂടി അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ചില മതവിഭാഗങ്ങളെ, ഹൈന്ദവേതര മതവിഭാഗങ്ങളിലെ ആളുകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ട്. അത് പലപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അതിൽ ഒരു കാര്യം, നമ്മൾ എങ്ങനെ ഇത് ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനെ ബ്രാൻഡ് ചെയ്യുന്നത് പിന്നോക്ക സംവരണമായിട്ടാണോ, ബ്രാൻഡ് ചെയ്യുന്നത് മതസംവരണമായിട്ടാണോ? ഇപ്പൊ റോണി സാറ് പറഞ്ഞതുപോലെ പിന്നോക്ക മുസ്ലിങ്ങൾക്ക് കിട്ടുകയാണ് എന്നല്ല ശ്രീ DK ശിവകുമാർ പറഞ്ഞത്. ശ്രീ DK ശിവകുമാർ വലിയ നേതാവാണ്, ഹിന്ദു സ്പിരിറ്റുള്ള നേതാവാണ്, ഞാൻ ജനിക്കുന്നതും മരിക്കുന്നതും ഹിന്ദു ആയിട്ടെന്നൊക്കെ പറയുന്ന നേതാവാണ്, അദ്ദേഹത്തെ ബഹുമാനമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം അത് ബ്രാൻഡ് ചെയ്തത് 4% മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെയല്ലേ? എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണല്ലോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല എന്നും കൂടെ നമ്മൾ നോക്കണം. ഈ രീതിയിലും കൂടെ ആ വിഷയമുണ്ട്. അതുകൊണ്ട് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് വളരെ പോളറൈസിംഗ് ആയ ഒരു അവസ്ഥ കൂടിയുണ്ട്, പ്രത്യേകിച്ച് സാമുദായികങ്ങൾ തമ്മിൽ തർക്കങ്ങൾ. രാഹുൽ ഈശ്വർ, അവിടെ വേറൊരു ചോദ്യം കൂടി ഉയരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കർണാടകയിൽ ഇപ്പോൾ 12% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. സ്വാഭാവികമായി ആ സംവിധാനങ്ങളുടെ അത്ര, ഞാൻ പറയുന്നത് അത്ര കൃത്യമായ 12% തന്നെ അവർക്ക് ലഭിക്കണം എന്നല്ല, പക്ഷേ അതിനടുത്തേക്ക് വരുന്ന തരത്തിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൂടി ഒരു പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു സംവിധാനമായിരുന്നു. ശരിക്കും തുല്യനീതി ഉണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരോട് നമുക്ക് എന്താണ് പറയാനാകുക? അവർക്ക് സച്ചാർ കമ്മീഷൻ നമുക്ക് മുന്നിലുണ്ട്. ചെറിയൊരു തർക്കം, അതിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കർണാടകത്തിൽ 12.1% അല്ലെങ്കിൽ 13% നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പക്ഷെ ആ കണക്കിന് തന്നെ അവർക്കൊരു ഗവൺമെന്റ് കോൺട്രാക്ട് കിട്ടണമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഗവൺമെന്റ് കോൺട്രാക്ട് നമുക്ക് കിട്ടുന്നതിൽ ഈ പോപ്പുലേഷന്റെ പെർസെന്റേജുമായിട്ട് എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കാൻ കഴിയുക? ഇന്ത്യയിൽ ജൈനന്മാർ നമ്പറിൽ വളരെ കുറവാണ്, പക്ഷെ ജൈനന്മാർക്ക് ഒരുപാട് റിച്ച് ആണ്. അപ്പൊ ഈ ജിത്നി ആബാദി ഉത്നി ഹക്ക് എന്ന് പറയുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ, എനിക്ക് രാഹുൽ ഗാന്ധി ആദരവാണ്, ബഹുമാനമാണ്. പക്ഷെ പോപ്പുലേഷൻ അനുസരിച്ച് എല്ലാവർക്കും എല്ലാം വിഭജിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിന് ലോജിക് ഉണ്ടോ എന്ന് നമ്മൾ കൂടി ആലോചിക്കണം. പക്ഷേ അതിൽ ഇപ്പൊ ഈ ഉള്ള 13% വരുന്ന ആളുകളിൽ 20% വലിയ പിന്നോക്കാവസ്ഥയിലുള്ളതാണ്. അപ്പൊ അവർക്ക് കൂടുതൽ സാഹചര്യങ്ങൾ അതുവഴി ലഭ്യമാകും. ഞാൻ സത്യസന്ധമായി പറയാണ്, അങ്ങനെ ബ്രാൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ സ്വീകാര്യത ലഭിക്കില്ലായിരുന്നു. അതായത് മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പാക്കാനായി അവർക്കും ഗവൺമെന്റ് കോൺട്രാക്ടുകൾ കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർക്കിടയിലുള്ള സ്വീകാര്യത കൂടുകയും ഡിബേറ്റ് കുറയുകയും ചെയ്യും. ശ്രീ DK ശിവകുമാറിനെ പോലെ രാജ്യതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരുപക്ഷെ സിദ്ധരാമയ്യ മാറിയാൽ അടുത്ത കർണാടക മുഖ്യമന്ത്രിയാകാൻ പോകുന്ന നേതാവ്, അദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുകയും 4% ഗവൺമെന്റ് കോൺട്രാക്ടുകൾ മുസ്ലിം സമൂഹത്തിന് മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു ചോദിക്കാം, നാളെ ഇതേപോലെ 2%, 4% ഗവൺമെന്റ് കോൺട്രാക്ട് ബ്രാഹ്മണർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെന്ന് പറയുക, അല്ലെങ്കിൽ നായന്മാർക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറയുക. നമ്മുടെ 12 മുതൽ 15% വരെ നായർ സമൂഹമുണ്ട്. കേരളത്തിൽ ഉണ്ടാകുന്ന കോൺട്രാക്ടുകളിൽ 8% അല്ലെങ്കിൽ 10% നായന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുക, അല്ലെങ്കിൽ 15% ഈഴവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പോൾ ഇന്റൻഷൻ നന്നായിരിക്കാം, പക്ഷേ കുറെ കൂടെ സെൻസിറ്റീവായ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം റിസർവേഷൻ പോലെ ഒരുപാട് പോളറൈസിംഗ് ആയ
ഒരു വിഷയത്തെ കൺസെൻസസ് ഉണ്ടാക്കാതെ, സമവായം ഉണ്ടാക്കാതെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൂന പാക്റ്റിലൊക്കെ മഹാത്മാഗാന്ധി ഞാൻ മരിക്കും എന്ന് പറഞ്ഞാണ് ബ്രാഹ്മണ സവർണ ഹിന്ദു നേതാവായ മദൻ മോഹൻ മാളവിയെയും ദളിത് നേതാവായ അംബേദ്കറിനെയും ഒരുമിച്ചിരുത്തി ഈ സംവരണത്തിൽ ആദ്യമായിട്ട് ഒപ്പിടിയിക്കുന്നത്. ഇപ്പൊ ഒരു കൺസെൻസസ് വേണ്ടേ, നയം വേണ്ടേ, മയം വേണ്ടേ, നടപ്പാക്കുന്ന രീതി ശരിയാകണ്ടേ? ഇപ്പൊ ഇവിടെ റോണി സാറ് പറഞ്ഞൊരു ടോണിലാണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിൽ വിവാദം ഉണ്ടാകുമെന്ന്. ഇത് ശ്രീ JP നദ്ദ അടക്കം കിരൺ റിജിജു അടക്കം നമ്മുടെ പ്രധാനപ്പെട്ട, അതായത് കർണാടകത്തിലെ വിഷു നാഷണൽ വിഷുവിൽ വരെ ഡിബേറ്റ് ആയി, അത് രാജ്യസഭയിൽ വലിയ ഓളങ്ങളും പലതവണ തർക്കങ്ങളും ഇന്ററപ്ഷൻസിനും വേണ്ടി പോയി. അപ്പൊ ഈ രീതിയിൽ സെൻസിറ്റീവ് ആയ ഒരു വിഷയം ഇദ്ദേഹം കുറെ കൂടെ ശ്രദ്ധയോടുകൂടി കോട്ട് ചെയ്യണ്ടേ? മാത്രമല്ല ഈ വിവാദം വന്ന ദിവസം ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വാർത്ത വന്ന ദിവസം DK ശിവകുമാർ അത് മാറ്റി പറഞ്ഞൊന്നുമില്ല. ഈ വിവാദങ്ങൾ വന്നതിന് ശേഷമാണ് മാറ്റി പറയുണ്ടായി. DK ശിവകുമാറിനെ വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫൈലുള്ള നേതാവാണ് അദ്ദേഹം, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോ ഔട്ട് റൈറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു, നാളെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൊടുക്കുന്നു, ബ്രാഹ്മണർക്ക് വേണ്ടി കൊടുക്കുന്നു, നായർക്കോ ഈഴവർക്കോ ആർക്കോ വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ലേ? അവിടെയാണ് പിന്നോക്ക മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മാറ്റി വെക്കുന്നതെന്നും മുസ്ലിം സമൂഹത്തിലെ ഇന്ന ഇന്ന വിഭാഗങ്ങൾ പിന്നോക്കമാണ്, അവരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. ഉദാഹരണം, അവിടുത്തെ SC STകൾക്ക് വേണ്ടി അടക്കം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 100 രൂപയിൽ 17 രൂപ 60 പൈസ അങ്ങനെ മാറ്റി വെക്കണമെന്ന് അവിടുത്തെ നിഷ്കർഷയൊക്കെ ഉണ്ട്. SC STക്ക് ഒരു പ്രത്യേക പെർസെന്റേജ്, STകൾക്ക് ഒരു പ്രത്യേക പെർസെന്റേജ്, അങ്ങനെ മാറ്റി വെക്കണമെന്നും മറ്റുമുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ഈ 2Bയിൽ പെടുന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യം ആ രീതിയിൽ പറയുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6.95% ആണ് STക്ക്, 17.5% ആണ് STക്ക്. ഇതേപോലെ വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഈ സെൻസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ അവധാനത കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നല്ലേ ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഏത് സാഹചര്യത്തിൽ സോണിയാഗാന്ധി മാഡം പോലും ഒരിക്കൽ പറയുകയുണ്ടായി, കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായി ബ്രാൻഡ് ചെയ്യപ്പെടുന്നു. AK ആന്റണി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഹിന്ദു സമൂഹത്തെ വേണ്ട രീതിയിൽ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല, അതുകൊണ്ടാണ് തിരിച്ചു വരാതിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇത്രയും സെൻസിറ്റീവായ ഒരു അവസരത്തിൽ കുറെ കൂടെ പക്വമായിട്ട് അവരത് ഡീൽ ചെയ്യണം എന്ന് ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനം ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാണ്. യെസ്, ശ്രീ റോണി കെ ബേബി, ഇതാണ് അവിടുത്തെ ഒരു വലിയ ഇഷ്യൂ ആയി രാഹുൽ ഉയർത്തി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ബ്രാൻഡ് ചെയ്യുന്ന തരത്തിൽ ചെയ്തില്ല, ആരുടെ ഒരു വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷങ്ങളിലെ പിന്നോക്ക സാഹചര്യങ്ങളുള്ളവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമായി അതിനെ കാണിച്ചില്ല. ഒരുപക്ഷെ അത് തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ ആയിരുന്നെങ്കിൽ ഈ തർക്കം ഉണ്ടാകില്ലായിരുന്നു. ഇത് കരാറുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു വളരെ ആശ്ചര്യകരമായ ഒരു കാര്യത്തിൽ ഇത് ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ ഇത് വ്യക്തമായ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാൻ ഒരു ഇത്. അതിനേക്കാൾ വലിയൊരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ് എന്ന തരത്തിലേക്ക് BJP ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമം എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാലോ, ഇവിടെ അതിൻ്റെ അടുത്ത ഘട്ടമാണ് വയനാട്ടിൽ ഇപ്പോൾ ലീഗിൻ്റെ കൊടിയൊക്കെ വെച്ച് എടുത്തതൊക്കെ അവിടെ കൊണ്ടുപോയി കാണിച്ച് വേറെ തരത്തിൽ പ്രചരണം നടത്തിയെന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ. അപ്പോൾ അത് കോൺഗ്രസ്സിന് ആ നിലയ്ക്ക് BJP ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനടിക്കാൻ ഒരു വടി കൂടി കൊടുത്തു DK ശിവകുമാർ എന്ന തരത്തിൽ കാണേണ്ടതുണ്ടോ? നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ യഥാർത്ഥ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ആ വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ നുണപ്രചരണങ്ങൾ, ഞാനിവിടെ 1-2 ഉദാഹരണം മാത്രം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ പറഞ്ഞു കോൺഗ്രസ് ആണ് ഈ വഖഫ് ബോർഡ്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചില കാര്യങ്ങൾ ആയതുകൊണ്ട് മാത്രം ഞാനിത് പറയാം. വഖഫ് ബോർഡിന് വേണ്ടി കോൺഗ്രസ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം മുസ്ലിം പ്രീണനമാണ്. മഹാരാഷ്ട്രയിൽ BJPയോടൊപ്പം ചേർന്ന് നിന്ന് ഏകനാഥ് ഷിൻഡെയാണ് കഴിഞ്ഞ ജൂൺ മാസം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് 3 മാസം മുന്നേ 150 കോടി രൂപ അവിടെ ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിന് വേണ്ടി മാറ്റിവെച്ച്. എന്തിനു വേണ്ടി അറിയോ? അവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി. അതൊന്ന്. 2, ഇവിടെ ഈ കർണാടക സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റ് 2025 ബജറ്റ് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വെറും 1.1% ആണ് അവിടുത്തെ ബജറ്റ് അലോക്കേഷന്റെ. പക്ഷേ ഈ പറയുന്ന ഗുജറാത്ത് സർക്കാർ, അവിടെ ടോട്ടൽ വോളിയം വരുമ്പോൾ കർണാടകയുടെ ബജറ്റിനേക്കാൾ കുറവാണ് ഈ പറയുന്ന ഗുജറാത്തിന്റെ ബജറ്റ്. പക്ഷേ കർണാടക അലോട്ട് ചെയ്തതിന്റെ ഇരട്ടി പൈസയാണ് ആര് മാറ്റിവെച്ചിരിക്കുന്നത്? ഗുജറാത്ത് സർക്കാർ അവിടുത്തെ മൈനോറിറ്റി പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം ഒന്ന് നിൽക്കുന്നു, ഈ പറയുന്ന കഥകൾ വേറൊന്ന് പറയുന്നു. ഇവിടെ ഞാൻ RSSുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സോമൻ സാർ പറഞ്ഞു RSSന്റെ നിലപാട് പിന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം വേണ്ട. ഇവിടെ ആരും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം വേണമെന്ന് പറയുന്നില്ലെന്നേ. കാരണം ഞാൻ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഇന്ദിരാ സാഗരി കേസിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, സുപ്രീം കോടതി 3 കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞത്. വളരെ ഹീറ്റഡ് ഡിബേറ്റ് അവിടെ 2 വർഷം രാജ്യം മുഴുവൻ കാത്തിരുന്നു ഇന്ദിരാ സാഗരി കേസിന്റെ ഓരോ വിധികൾക്ക് വേണ്ടിയും അല്ലെ ഓരോ വാദങ്ങൾക്ക് വേണ്ടിയും. അവിടെ കൃത്യമായി 3 കാര്യങ്ങളാണ് സുപ്രീം കോടതി പറഞ്ഞത്. 1, സംവരണത്തിന്റെ അടിസ്ഥാനം ജാതി മാത്രമായിരിക്കണം, മതമാകരുത്.
സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു. ഒന്ന്. രണ്ട്, സുപ്രീം കോടതി പിന്നെ പറഞ്ഞത് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയായിരിക്കണം സംവരണത്തിന് മാനദണ്ഡം. മൂന്ന്, സുപ്രീം കോടതി മൂന്നാമത് സുപ്രീം കോടതി പറഞ്ഞത് ക്രീമി ലെയർ, ഓരോ സംവരണത്തിന് അർഹതയുള്ള ജാതി ഉണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ക്രീമി ലെയറിനെ എടുത്തു കളയണം. ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞു, ടോട്ടൽ സംവരണം 50% പോകാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ EWS സംവരണം വന്നു 10%. ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ചോദിച്ചു, നാളെ ഈ നായർ സമുദായത്തിൽപ്പെടുന്നവർ അവരെ ഇപ്പോൾ മുന്നോക്ക ജാതിക്കാരാണ്, ഫോർവേഡ് കാസ്റ്റ് ആണ്, അവർക്ക് ഇങ്ങനെ സംവരണം കൊടുക്കാമോ? വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇപ്പോൾ 10% അതിന്റെ ഭരണഘടനാ സാധ്യത സുപ്രീം കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. 10% EWS സംവരണം, അതായത് സംവരണത്തിന് അർഹമല്ലാത്ത മറ്റ് മുന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും സംവരണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തറിയോ, ഇവിടെ നമ്മൾ ഈ മുസ്ലിം ജനസാമാന്യത്തെ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ, അവിടെ ഈ പറയുന്ന ഈ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ പറയുന്ന OBC സംവരണത്തിന് അർഹത ആളുകളല്ല. ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ പറയുന്ന OBC സംവരണത്തിന് അർഹരായിട്ടുള്ളവരല്ല. അവിടെ സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മേമോൻ പോലെയുള്ള ചില ജാതികളുണ്ട്, അവിടെയും കൃത്യമായ ജാതി ഉണ്ട്. നമ്മൾ ഈ ഹിന്ദു സമുദായത്തിന്റെ കാര്യം മാത്രമല്ല ജാതി, മുസ്ലിം സമുദായത്തിൽ അതിശക്തമായ ജാതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ മുസ്ലിം സമുദായത്തിനിടയിലെ 200 ജാതികൾ അവർ ഐഡന്റിഫൈ ചെയ്തു. അതിലെല്ലാവർക്കും സംവരണം കൊടുത്തിട്ടില്ല. എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് കൂടുതൽ സമയം തരാം. നമുക്ക് ഒരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ് രാഹുൽ, ഇവിടെ ശ്രീ റോണി കെ ബേബി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അത് ഇപ്പം മുസ്ലിങ്ങളെ ഒരു ഹോമോജീനിയസ് ബ്ലോക്കായി കണക്കാക്കേണ്ടതില്ല. അവർക്കിടയിലും ജാതി എന്ന തരത്തിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ചിലർ വളരെ പിന്നോക്ക സാഹചര്യത്തിലുള്ളവരാണ്. അതേപോലെ പ്രത്യേക വിഭാഗങ്ങളിൽ ചിലർ സാമൂഹികമായി പുറകോട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ കുറെ കൂടി ആഴത്തിൽ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മത അടിസ്ഥാനത്തിൽ ഉള്ള സംവരണമല്ല അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ ഒരു വിഭാഗം വളരെ പുറകോട്ട് നിൽക്കുന്നു എന്ന ഒരു വിഷയം അവിടെ ഉയർന്നു വരുന്നു. അതോടൊപ്പം ഞാൻ രാഹുലിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ കെ സോമൻ, താങ്കളെ ഈ വിഷയത്തെ ഇപ്പോൾ ശ്രീ റോണി കെ ബേബി മുന്നോട്ട് വെച്ച ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? മുസ്ലിങ്ങളെ ഒരു ഏകശിലാതരത്തിൽ അവരൊറ്റ ബ്ലോക്കാണ് എന്ന തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയല്ല ഒരുപക്ഷെ മറ്റു പലയിടങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ. ഒരേ സംസ്ഥാനത്തിൽ തന്നെ പല സ്ഥലത്ത് താമസിക്കുന്നവരുടെ അവസ്ഥകൾ വേറെയായിരിക്കാം. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ജാതികൾ, വേർതിരിവുകളുണ്ട് എന്നൊക്കെ അദ്ദേഹം സമർത്ഥിക്കുന്നു. അപ്പോൾ അത് കൂടി പരിശോധിക്കണം എന്ന ആ ഒരു നിലപാടിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ബഹുമാനനായ ശ്രീ റോണി സാർ പറഞ്ഞ ഒരു സത്യം, റോണി സാർ ഈ ചർച്ചയിൽ പറഞ്ഞത് പുറത്തു പറയുമോ എന്ന് എനിക്കറിയില്ല. RSSനെ കുറിച്ച് നിങ്ങൾക്ക് കുറെ ന്യൂനപക്ഷ പ്രീണനം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ സമയത്ത് ഇടപെട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെയല്ല, ഗുണമായി കാണുകയാണ് അദ്ദേഹം പറഞ്ഞത് വഖഫ് രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ള BJP സർക്കാരിന്റെ അതിനു വേണ്ടിയിട്ടുള്ള പണം മാറ്റി വെച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നു. ഗുജറാത്ത് സർക്കാർ അതേപോലെ എടുത്തിട്ടുള്ള അതെ അത് പറയുകയാണ്. ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ, രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ വർഷങ്ങളിലാണെന്നേ മുസ്ലിം സഹോദരന്മാർക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർക്ക് സഹായമാകാം, പക്ഷെ നിങ്ങൾക്ക് അവർ ചെയ്യുമ്പോൾ അത് പ്രീണനവും നിങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് സഹായം അല്ലല്ല. അങ്ങനെയല്ല. ഇസ്ലാമിക വിഭാഗത്തിൽ സഹോദരന്മാർക്ക് ആ സഹോദരന്മാർക്ക് അല്ല സാർ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ 5-10 സെക്കൻഡ്. ആ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് പിന്നോക്കാവസ്ഥയുണ്ട്, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുണ്ട് എന്നിരിക്കട്ടെ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 2 കോടിയിൽ താഴെയുള്ള കരാർ കൊടുത്താൽ അത് പരിഹരിക്കപ്പെടുമെന്ന വിചിത്രമായ വാദത്തോട് BJPക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് സംവരണം ഇതിൽ മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് 4% സംവരണത്തിലെ യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒക്കലികകൾക്കും അതുപോലെ ലിംഗായത്തുകൾക്കും എടുത്തു കൊടുത്തത്. അത് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള സംരക്ഷണം കൊടുക്കണം, സർക്കാർ ജോലികളിൽ ഒക്കലികകളും ലിംഗായത്തുകളും അവിടുത്തെ കർണാടകയിൽ പോയ ആളുകൾക്ക് അറിയാലോ, അവരവിടുത്തെ ഏറ്റവും ശക്തരായ പ്രബലരായ ആളുകളാണ്. ദേവഗൌഡ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ ഭാഗമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ ഭൂപ്രമാണികളും ഒക്കെ ആയിരുന്ന ആളുകളാണ് പലരും. അപ്പോൾ ആ വിഭാഗത്തിന് വീണ്ടും സംവരണം കൊടുക്കുക എന്നത് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമായിരുന്നെന്ന് അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ 2 സമുദായങ്ങൾ അവിടെ
തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ശക്തികളാണ്. അതിൽ തീർച്ചയായിട്ടും. ലിംഗായത്തുകൾ ഈ BJP-യുടെ കുറെ കൂടി അടുത്ത വോട്ടർമാരായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ BJP-യെ കൈവിട്ടു. അവരെ കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾ അന്ന് വോട്ട് അല്ലെങ്കിൽ ഈ സംവരണം മറിച്ച് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതിൽ യാതൊരു തര സാമൂഹ്യ നീതിയും മുന്നിൽ കണ്ടില്ല എന്നൊരു ആരോപണം അന്നേ ഉയർന്നിരുന്നു കേട്ടോ. അല്ല, അതിന്റെ ഒരു പരിഹാരം ഇതാണോ? അതിന്റെ ഒരു മറുവശം ഇതാണോ? ഇത് DK ശിവകുമാർ കുറച്ചൊരു അഗ്രസീവ് പൊളിറ്റിക്സ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് കളിച്ചതാണ് എന്നാണ് എന്റെ ഒരു അതൊരു വ്യക്തിപരമായ എന്റെ ഒരു നിരീക്ഷണമാണ്. ഇപ്പോ റോണി സാർ ഇത് പറയുന്ന സമയത്ത് പതുക്കെ പൂച്ച പുറത്ത് ചാടുകയാണ്. ഈ നിലയിൽ ഇതിനെ കാണുന്ന ഒരു സാഹചര്യം കർണാടകയിൽ സൃഷ്ടിക്കുന്നതിന് പകരം കൂടുതൽ അഗ്രസീവായി, കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും വരികയാണ്. അവിടെയാണ് ഇന്ന് കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് അതിന്റെ തലമുയർന്നത്. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട്, ആ സംവിധാനത്തിന്റെ സംരക്ഷകർ ഞങ്ങളാണെന്ന് പറയുന്നവർ അതിനെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴാണ് BJPക്ക് അതിനകത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കപ്പെടുന്നത്. സംവരണം അത് ഏതെങ്കിലും ഒരു അല്ല, അവരെ പക്ഷെ പറയുന്നത് അത് മതാടിസ്ഥാനത്തിലല്ല, വീക്കർ സെക്ഷനായ ഒരു വിഭാഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഉന്നമനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. അത് മുസ്ലിങ്ങൾ എന്ന മതത്തിനല്ല, ആ മതത്തിലെ ഒരു പ്രത്യേക വിഭാഗങ്ങളെയാണ് പ്രധാനമായും മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു വാദഗതിയോ അങ്ങനെയുള്ള ഒരു വിശദീകരണമോ അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമോ അല്ലല്ലോ ബഹുമാനനായ ശ്രീ DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്ന് ഇന്നും ഉണ്ടായത്. അങ്ങനെ അല്ലല്ലോ, അതിൽ വ്യക്തത വന്നില്ലല്ലോ. ആ സന്ദർഭത്തിലാണല്ലോ ഭരണഘടനയെ അപമാനിക്കുന്നു എന്ന നിലപാട് രാജ്യത്ത് BJP സ്വീകരിക്കേണ്ടി വന്നത്, പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടി വന്നത്, പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രക്ഷുബ്ധമായ അന്തരീക്ഷമുണ്ടായത്. അതുകൊണ്ട് ഇതിൽ വ്യക്തത വരട്ടെ, കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കട്ടെ. BJP മത അടിസ്ഥാനത്തിലുള്ള സമരത്തിന് എതിരാണ്, അത് ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനാ ശില്പികളുടെ സങ്കല്പത്തെ പരിഹസിക്കുന്ന സമീപനം കോൺഗ്രസ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇത് ഇപ്പോൾ കോൺഗ്രസ് ഈ നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കുകയായിരുന്നു, അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമായിരുന്നു എന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ ഇപ്പം ന്യൂനപക്ഷങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സാമൂഹികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന വലിയ വിഭാഗങ്ങളുണ്ടെന്ന് ശ്രീ റോണി കെ ബേബി ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഒരു മതമായി അതിനെ കാണേണ്ട, അപ്പോൾ ഒരു ഹോമോജീനിയസ് ബ്ലോക്കായി അവരെ കാണാതെ അവരിലുള്ള വ്യത്യാസങ്ങളിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവർ ആ തരത്തിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളെ കൂടി ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരിക എന്നൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സംവരണമല്ല എന്നാണ്. അപ്പോൾ ഇതിൽ ഈ പ്രസൻറ്റ് ചെയ്തതിൽ, അല്ലെങ്കിൽ ഇത് പ്രഖ്യാപനം നടത്തിയതിലുണ്ടായ ഒരു പാളിച്ച എന്നതിനപ്പുറത്തേക്ക് ആ ലക്ഷ്യത്തിനൊരു വലിയ ശരിയുണ്ടായിരുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ? ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് മടങ്ങി വരാം. ശ്രീ റോണി കെ ബേബി, ഇതാണ് അദ്ദേഹം പറയുന്നത്. ഒരു വ്യക്തമായ ഒരു കൃത്യത അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്രതികരണം അതിൽ നടത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ആദ്യഘട്ടത്തിൽ ഒന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റിപ്പറയുന്നു. ആ പതുക്കെ ആ പൂച്ച പുറത്തേക്ക് ചാടി വരികയാണ് എന്നാണ് ആരോപണം. ഇവിടെയുണ്ടല്ലോ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് അവിടെ കർണാടക സർക്കാർ ചെയ്തത്. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതിനോട് ബഹുമാനപ്പെട്ട സോമൻ സാറ് ഒന്നും പ്രതികരിച്ചില്ല. ഞാൻ കൃത്യമായി ഡേറ്റ് സഹിതം തന്നെ ഞാൻ പറഞ്ഞു. മെയ് മാസം 2-ാം തീയതിയാണ് അവിടെ ആന്ധ്രാപ്രദേശിലെ സർക്കാർ ആരുടെ സർക്കാരാ? BJPയുടെ കൂടെ പങ്കാളിത്തമുള്ള TDP നയിക്കുന്ന സർക്കാരാണല്ലോ. അവര് 2025 മെയ് മാസം 2-ാം തീയതി 4% മുസ്ലിം സംവരണം. നമ്മൾ ഈ പറഞ്ഞെന്താണെന്നറിയോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ കേരളം, ഞാൻ ആ ലിസ്റ്റ് ഒക്കെ കണ്ട ആളായതുകൊണ്ട് ഞാൻ പറയാം. കേരളത്തില് ഈ സംവരണത്തിന്, OBC സംവരണത്തിന് അർഹരായിട്ടുള്ള ജാതികളുടെ പേര് പറയുമ്പോഴല്ലോ, അവിടെ എങ്ങനെയാണെന്നറിയോ മുസ്ലിം വിഭാഗത്തെ പറയുന്നത്? മാപ്പിള എന്നിട്ടൊരു ഹൈഫിൽ ഇട്ടിട്ട് മുസ്ലിം. അവിടെ അതായത് കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും സംവരണത്തിന് അർഹതയില്ല. അവിടെ മാപ്പിള എന്ന് പറയുന്ന ഒരു പ്രത്യേക, നമ്മൾ ഇതുവരെ എത്ര ആളുകൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മാപ്പിള എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു പ്രത്യേക ഡിനോമിനേഷൻ ആണ്. അപ്പോൾ ആ മാപ്പിള എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കേരളത്തിൽ കൂടുതൽ സംവരണം ഉള്ളത്. അവിടെ കർണാടക മുസ്ലിങ്ങളിൽ കേരളത്തിൽ ലബ്ബേ മുസ്ലിംസ് ഉണ്ട്, റാവത്തർ ഉണ്ട്, മാപ്പിളയുണ്ട്, പലതരം വിഭാഗങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് ഈ പറയുന്ന മാപ്പിള എന്ന്, അവരെയാണ് ഈ 1921 അല്ല 1931 സെൻസസ്, അതാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിച്ച ജാതി സെൻസസ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഞാനോട് വളരെ കൃത്യമായി പറയാം, BJP ഇവിടെ എന്താ ഭയപ്പെടുന്നത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ.
ആ 2011 ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് ജാതി സെൻസസ് നടന്നത്. 1931 പബ്ലിഷ് ചെയ്തത്. 2011 അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ ഇരുന്നപ്പോഴാണ് ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ് നടന്നത്. പക്ഷെ 2014 അധികാരത്തിൽ വന്ന BJP സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനെ BJP ഭയപ്പെടുന്നത്? അതാണ് അതാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയം. നിങ്ങൾ എന്തിനാണ് ഇത്രയും മുസ്ലിം 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 എന്ന പേരെടുത്തുകൊണ്ട് ഇത്രയും വിമർശിക്കുന്നതിന്റെ കാര്യം ഞാൻ കൃത്യമായി പറയാം. കാരണം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് 2024 BJP പ്രതിരോധത്തിലായതാ. ഞങ്ങൾ കൊണ്ടുവന്നൊരു വിഷയമായി എന്താ ജാതി സെൻസസ്. ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾ വാഗ്ദാനം നൽകി, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജനസംഖ്യാനുപാതികമായി ഓരോ ജാതികൾക്കും അവർക്ക് അതിനുള്ള പ്രാതിനിധ്യം നൽകും, സംവരണം നൽകുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെ BJP ഭയപ്പെടുന്നു. ഇന്ന് വരെ ആ വിഷയത്തിൽ അത് എന്താ നിങ്ങൾ അതിന് കൃത്യമായി ഉത്തരം പറ. എന്തുകൊണ്ടാണ് 2011 സെൻസസിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾ ഇതുവരെ പുറത്ത് പറയാത്തത്? അടുത്ത ഇന്ത്യ നടക്കാൻ പോകുന്ന സെൻസസ് നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ശ്രീ രാഹുലിന് കൊടുക്കാൻ. ശ്രീ രാഹുൽ, ഇത് ഒരു താഴെത്തട്ടിലുള്ള മുഴുവൻ ആളുകളുടെ ഉന്നമനമാണ് ലക്ഷ്യം വെക്കുന്നത്. ജാതി അടിസ്ഥാനത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് കുറേ കൂടെ ആഴത്തിലും കുറേ കൂടെ വിശദമായി നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. അതിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഭാഗങ്ങളുണ്ടാകാം, മറ്റു മതങ്ങൾക്കിടയിലുള്ള വിഭാഗങ്ങളുണ്ടാകാം. ഹിന്ദുക്കളിൽ തന്നെ ഈ ജാതി അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ കുറേ കൂടി വസ്തുതകൾ പുറത്തു വരാനുണ്ട് എന്ന ആർഗ്യുമെൻ്റൊക്കെ അവർ വയ്ക്കുന്നുണ്ട്. ഫലത്തിൽ ഇത് നമ്മുടെ നിലവിലെ ഈ വ്യവസ്ഥയെ, അതായത് സംവരണം എന്ന രീതിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ കരുതുന്നത്? പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. റോണി സാറിന് ഒരു മറുപടി. ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന 1932 കമ്മ്യൂണൽ അവാർഡിനെതിരെ മരണം വരെ പട്ടിണി കിടന്ന ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഇന്ന് ഈ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നുണ്ടല്ലോ. അന്നത്തെ ജാതി സെൻസസിന്റെ ആദിമ രൂപമായ കമ്മ്യൂണൽ അവാർഡിനെയും ഹിന്ദുക്കളെ വിഭജിക്കാനുള്ള സ്ട്രാറ്റജിക്കെതിരെ എന്റെ ശവശരീരത്തിന് മേളിലൂടെ മാത്രമേ ഹിന്ദു ഐക്യത്തെ തകർക്കാനാകൂ എന്ന് പറഞ്ഞ് ഭരണം വരെ പട്ടിണി കിടന്ന ഒരു കോൺഗ്രസ്സുകാരൻ നമുക്കുണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ഹിന്ദു ആക്ടിവിസ്റ്റുമായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയാണ്. ആ ആശയത്തിൽ നിന്നൊക്കെ വേർപെട്ടു പോയി. ഒരു 30 സെക്കൻഡ് ഞാൻ ഇതിന്റെ സിമ്പിൾ രാഷ്ട്രീയം പറയാം. അതായത് ഇന്ത്യയിൽ വലതുപക്ഷമുണ്ട്, ഇടതുപക്ഷമുണ്ട്. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനമായ വോട്ട് ബാങ്ക് ഹിന്ദു വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർ, മുസ്ലിം ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷം, ഇവരെ എല്ലാം കൂടെ ഒരുമിപ്പിച്ചാണ് ഇവർ ഇലക്ഷനിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇതേപോലെ മുസ്ലിങ്ങളെ അപരത്വത്തിൽ നിർത്തുകയും ഹിന്ദു ഐക്യത്തെ, അതായത് സവർണ ദളിത് വിഭാഗങ്ങളെ ഒരുമിച്ച് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ ലെഫ്റ്റ് റൈറ്റ് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം. അതായത് ഒരു വിഭാഗം ശ്രമിക്കുന്നത് 15 വേഴ്സസ് 85, അതാണ് അഖിലേഷ് യാദവ് പറയുന്നത്. 15 എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദുക്കൾ, 85 എന്ന് പറഞ്ഞാൽ പിന്നോക്ക ഹിന്ദുക്കളും മുസ്ലിങ്ങളും. മറുഭാഗം പറയുന്നു അങ്ങനെയല്ല, 80-20. 80 എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ, 20 എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഇത് രണ്ടും വല്ലാത്തൊരു രാഷ്ട്രീയം ഈ നാടിന് വേണ്ടേ? ഈ 100 എന്ന് പറയുന്ന രീതിയിൽ സവർണ ഹിന്ദുക്കളും പിന്നോക്ക ഹിന്ദുക്കളും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരുമിക്കുന്ന ഒരു ആശയലോകം മുമ്പോട്ട് വെക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യക്കാർക്കില്ലേ? ആ ഗാന്ധിയൻ ആശയം നമ്മൾ മറന്നു പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ജാതി സെൻസസ് പറയുന്നത് ഏതെങ്കിലും ജാതിക്ക് ഗുണം ഉണ്ടാക്കാനല്ല, BJPക്ക് ഹിന്ദു ഐക്യം കൊണ്ട് ഗുണം ഉണ്ടാകാതിരിക്കാൻ ഹിന്ദുക്കളെ ജാതികളായി വേർപെടുത്താം എന്നുള്ള ആശയം തന്നെയാണ്. ഇനി ഇതേപോലെ ഇസ്ലാമോഫോബിയ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമോഫോബിയയും പിന്നോക്ക ഹിന്ദുക്കളെയും വേർപെടുത്തി മുന്നോക്ക ഹിന്ദുക്കളുടെ ഐക്യം കൊണ്ട് ഭരണത്തിൽ വരാം എന്ന് പറയുന്ന ഒരു തന്ത്രം മാത്രമാണ്. ഇതിന് രണ്ടിനും അപ്പുറത്തുള്ള ഒരു സബ്കാ സാത്ത് സബ്കാ വികാസ്, ജാതികളെയും മതങ്ങളെയും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശയലോകം നമുക്കില്ല. റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങളെ പിച്ച് ചെയ്യുമ്പോൾ സെൻസിറ്റീവ് ആകാതെ നമ്മുടെ ഈ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് ഏതായാലും ഈ വിഷയം ആള് കത്തുള്ളൂ വിഷയം. ഏതായാലും ഈ വിഷയം വലിയ ചർച്ചയായി അടുത്ത ദിവസങ്ങളിലും കൂടുതൽ വരും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് 18ൻ്റെ ഇന്ത്യ ഡയമണ്ട് സ്റ്റേറ്റ് സമ്മിറ്റിലാണ് DK ശിവകുമാറിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നത്. പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. തുടർ ദിവസങ്ങളിലും അതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.